ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യ വല്ലാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്നുള്ളതാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് മുതൽ സൗദികൾ ഒരു തരത്തിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഈവൻ US സഖ്യകക്ഷിയാണ് എങ്കിൽ പോലും മാറി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് സൗദി. യുദ്ധം അനിവാര്യമാണ് എന്ന ഘട്ടത്തിൽ മാത്രമാണ് യുദ്ധത്തിൽ ഇടപെടുക എന്നുള്ളത് അവർ തീരുമാനിച്ചിരുന്നു. 3 വശങ്ങളിൽ നിന്നും ഇപ്പോൾ ആക്രമണം നേരിടുന്ന ഒരു പശ്ചാത്തലം സൗദി അറേബ്യയ്ക്കുണ്ട്. പ്രത്യേകിച്ചും ഇറാന്റെ ആക്രമണം അതുണ്ടാകുന്നത് ഇറാഖിൽ നിന്നാണ്. ഇറാന്റെ ചില പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാഖിൽ നിന്ന് ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ഒരു പശ്ചാത്തലം, ഹൂതികൾ സൗദി ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം. അവിടെയും ഇറാന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഹൂതികൾ ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാകുന്നത്. ഇറാനിയൻ പ്രോക്സി മിലിഷ്യകൾക്കെതിരെ അവർ US-മായി സംയുക്ത ആക്രമണം നടത്തേണ്ടി വരുന്ന പശ്ചാത്തലവും അങ്ങനെ ഒരുങ്ങുന്നതാണ്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിന്റെ ഭാഗമാകാൻ ആദ്യഘട്ടത്തിൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഈ രാജ്യത്തിന് നേരെ ഡ്രോണുകൾ വരികയും അവരുടെ പെട്രോളിയം സംഭരണ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കപ്പെടുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് അവർക്ക് സൗദി അറേബ്യ യുദ്ധം ആരംഭിക്കാത്തതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണ് ആക്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ആദ്യ ഘട്ടത്തിൽ തന്നെ അവർ ഉയർത്തിയിരുന്നു. 5 മാസമായി ഗൾഫിനെയും മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളെയും വിഴുങ്ങുന്ന സംഘർഷത്തിൽ പ്രധാനമായി 2 കക്ഷികളാണ് നമുക്കറിയാം. ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട അവരോട് ചേർന്ന് നിൽക്കുന്ന, ഒരു വശത്ത് ഇറാനും അവരോട് ചേർന്ന് നിൽക്കുന്ന ചില ശക്തികളുണ്ട്. അതിന് പ്രധാനമായും ചില ഇതുമായി നേരത്തെ പറഞ്ഞ പോലെ പല ശക്തികൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യമനിലെ ഒരു ഗോത്ര വിഭാഗമായ ഹൂത്തികൾ പ്രധാനമായും അവരുമായി സഖ്യത്തിലാണ്. സൗദി അറേബ്യയിൽ നിന്ന് 30 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഇറാഖിലെ അർദ്ധ സൈനിക വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർക്കെതിരെയും ആക്രമണം നടത്താൻ ഇപ്പോൾ സൗദി നിർബന്ധിതമാകുന്ന ഒരു പശ്ചാത്തലമാണ്. ലെബനിലെ ഹിസ്ബുള്ള ശക്തമായ ഒരു സാന്നിധ്യമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഇറാനും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും. അതിൽ ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി സൈലൻ്റ് ആണ്. അവരുടെ സെൻകോം, അതായത് അമേരിക്കയുടെ കൊപ്പമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളും ജോർദാനും ഒക്കെയുള്ള ഒരു സംവിധാനം. പക്ഷേ ഇസ്രായേൽ ഉണ്ടെങ്കിൽ പോലും അവർ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയാണെങ്കിൽ പോലും യുദ്ധത്തിൽ സജീവ പങ്കാളിയല്ല. പക്ഷേ സൗദി ഒരു കാരണവശാലും ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെയാണ് സൗദി ഇത്തരം ആക്രമണങ്ങളിൽ നിശബ്ദത പാലിച്ചത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത് സൗദി ഒരു മിഷൻ 2030 എന്നുള്ള സംവിധാനം സൗദിയുടെ പുതിയ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോകരാജ്യങ്ങളുമായി സമാധാനം പാലിക്കുക. അവരുടെ ചെറുപ്പമായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ വിഷൻ 2030 എന്നറിയപ്പെടുന്ന ഈ സംവിധാനം പുറത്തേക്ക് കൊണ്ടുവന്നത്. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നതിൽ നിന്നും രാജ്യത്തെ വൈവിധ്യവൽക്കരിക്കുക, ഓരോ വർഷവും തൊഴിൽ വിപണിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ബിരുദധാരികൾക്കും സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർക്കും തൊഴിലവസരങ്ങൾ നൽകുക, ഊർജ്ജസ്വലവും ആധുനികവുമായ ആഭ്യന്തര വ്യവസായങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. അതിൽ വിഷൻ 2030 ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അവിടെയൊക്കെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പോരാട്ടമോ ഒന്നും ആഗ്രഹിക്കാതെ അവർ കൃത്യമായി സമാധാനത്തോടു കൂടി ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെയാണ് യമനിലെ ഹൂത്തികൾ തെക്കൻ അതിർത്തിയിൽ നിന്നും തുടർച്ചയായി ഡ്രോണുകൾ തൊടുത്തുവിടുന്നത്. അത് ഇറാന്റെ സഹായത്തോടെയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നത്. ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള അവരുടെ അമേരിക്ക തന്ന യുദ്ധ സംവിധാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അവരത് തടുക്കുന്നുണ്ട് എങ്കിൽ പോലും 2026 ആയപ്പോഴേക്കും ഈ തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവരുടെ പല കേന്ദ്രങ്ങളും, പ്രധാനപ്പെട്ട ഓയിൽ സംഭരണ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഓയിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ UAE സംവിധാനങ്ങളിൽ നിന്ന്, ഓയിൽ കയറ്റുമതി സംവിധാനങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നുണ്ട് എങ്കിൽ പോലും, സ്വന്തമായി ഓയിൽ കയറ്റുമതി ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പകുതിയോളം ഓയിൽ കയറ്റുമതി സംവിധാനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അവിടെയാണ് റിയാദിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രത്യാക്രമണത്തിലുള്ള എത്രത്തോളം ദുർബലമാണ് എന്നത് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നത്. ഇറാൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ, ഒപ്പം ഹൂതികളുടെ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് തങ്ങൾക്ക് പ്രതിരോധിക്കാതെ മറ്റൊരു സംവിധാനമാകുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സൗദികൾ അവരുടെ കിഴക്കൻ പടിഞ്ഞാറ് പൈപ്പ് ലൈൻ വഴി അവരുടെ എതിർ തീരത്തുള്ള യാൻബുവ ചെങ്കടലിലെ കയറ്റുമതി ടെർമിനലിലേക്ക് പ്രതിദിനം 5 ദശലക്ഷം ബാരൽ എണ്ണയൊക്കെ പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. അതുമാത്രമല്ല, ടാങ്കറുകൾ വഴി മറ്റു പല രാജ്യങ്ങളിലേക്കും, അറേബ്യൻ കടലിലേക്കും ഏഷ്യൻ വേൾഡുകളിലേക്കും ഒക്കെ കൊണ്ടുപോയാണ് അവരുടെ കാര്യങ്ങൾ നടത്തിവെച്ചിരുന്നത്. എന്നാൽ യമൻ തലസ്ഥാനത്തു നിന്നുള്ള വലിയ ബോംബിങ്ങും മറ്റും
അവരുടെ ഇത്തരം കയറ്റുമതികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയും തുടർന്നാണ് ഇത്തരത്തിൽ അവർ വല്ലാത്ത തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രകോപനം കൂടിയപ്പോൾ അവർ നിർബന്ധിതമാകുകയായിരുന്നു അമേരിക്കയുമായി ചേർന്ന് ഈ മേഖലകളെയൊക്കെ ആക്രമിക്കാൻ. അതായത് ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ സൗദി കടന്നു പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാകുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയമുണ്ട്. ഏറ്റവും സമ്പന്ന രാജ്യമായ സൗദി അറേബ്യ വീണ്ടും വല്ലാത്ത തരത്തിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മുഴുവനുള്ള സാഹചര്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഈ ആക്രമണങ്ങളിൽ പങ്കാളിയാകാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൗദിയുടെ അവസ്ഥ. അതായത് 2030 ഈ വിഷൻ പൂർത്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിൽ നിന്ന് സൗദി ഭരണാധികാരിക്ക് പിന്മാറേണ്ടി വരുന്നു. ഹൂതികളും ഇറാനും അടക്കമുള്ളവർ അവരെ വല്ലാതെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും മറ്റൊരു തരത്തിൽ യുദ്ധത്തിൽ അവർ പങ്കാളികളാകുമ്പോൾ വീണ്ടും വീണ്ടും ആക്രമണ ഭീഷണിയും ഭീതിയും ഒക്കെയുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ സഹായം തേടുകയും തങ്ങൾക്ക് കൂടുതൽ യുദ്ധ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. ഇതുവരെ സൈനികമായി വലിയൊരു ശക്തിയായി സൗദി വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യകത കൂടി കൂടുകയാണ്. സൈനിക പ്രശ്നങ്ങൾ മാറ്റിയിട്ട് അവർ എണ്ണ വിപണിയിൽ നിന്ന് മാത്രമുള്ള പണമല്ലാതെ മറ്റു തലങ്ങളിലേക്കും പണം ശേഖരിക്കാനും വരുമാനം കൂട്ടാനും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇത്തരം വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.